إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന മഹത്തായ ഷഹാദത്തിൻ്റെ വാചകങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവും പ്രവാചകനും അറിയിച്ചു തന്ന ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കുകയും അതിൻ്റെ അടിത്തറയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം. ഈ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അത് നമ്മുടെ മതത്തിൻ്റെ അടിത്തറയാണ്. അത് നിലനിൽക്കുമ്പോൾ മാത്രമേ ദീനുൽ ഇസ്ലാം നമ്മിൽ നിലനിൽക്കുന്നുള്ളൂ. അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പോരായ്മകൾ, വീഴ്ചകൾ അത് ഇല്ലാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന ആ പ്രഖ്യാപനത്തിന് യാതൊരു തരത്തിലുമുള്ള മൂല്യമുണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന്, ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം നിർവഹിക്കുക എന്നത്. ആ 5 വക്ത് നമസ്കാരം ഒരാൾ നിർവഹിക്കാതിരിക്കുകയും നിസ്കരിച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടവും പേടിയും മതി, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരാൾ വാദിക്കുന്നുവെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതായ ആ നമസ്കാരമെന്ന അനുഷ്ഠാന കർമ്മം അതിനെ ഒരാൾ നിഷേധിക്കുന്നതോടുകൂടി, ആ നമസ്കാരത്തെ ഒരാൾ മാറ്റി നിർത്തുന്നതോടുകൂടി അയാളിലുള്ള ഇസ്ലാമും അയാളിലുള്ള ഈമാനും തകർന്നു പോകുന്നു എന്നത് വളരെ വ്യക്തമായി, ഗണ്യതമായി വിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യഗൗരവത്തോടു കൂടി ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം കാര്യമെന്ന 5 കാര്യങ്ങളാവട്ടെ, ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങളാവട്ടെ, അത് എല്ലാം തന്നെ ഒരുമിച്ച് പ്രതിപാദിച്ചതും അതിൽ ചിലത് മാത്രം പ്രതിപാദിച്ചതും അതിൽ 1 2 അതല്ലെങ്കിൽ 1 മാത്രം പ്രതിപാദിച്ചു കൊണ്ടൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെ സംബന്ധിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബി അർബഇൻ. 4 കാര്യങ്ങളിൽ ഒരു അടിമ വിശ്വസിക്കുന്നത് വരെ അവൻ വിശ്വാസിയായി തീരുന്നില്ല. 1 ബില്ലാഹി വഹ്ദ ലാ ശരീക ലഹു, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവരെ മാത്രം ആരാധിക്കുക എന്ന ആ കറകളഞ്ഞ വിശ്വാസം.
രണ്ടാമത്തേത് വഅന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. എനിക്ക് ലഭിക്കുന്ന വഹ്യിന്റെ അടിസ്ഥാനത്തിൽ വാനലോകത്ത് നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിയിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. ഞാൻ ദൈവദൂതനാണ് എന്ന ആ വിശ്വാസം. മൂന്നാമത്തേത് വബിൽ ബഅസി ബഅദൽ മൗതി, ഈ മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പുനരുദ്ധാനമുണ്ട് എന്ന വിശ്വാസമാണ്. നാലാമത്തത് ഖദറിലുള്ള വിശ്വാസമാണ്. ഈ 4 കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് വരെ ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമ വിശ്വാസിയായി തീരുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണുന്നു. ആ 4 കാര്യങ്ങളിൽ നാലാമതായി എണ്ണിയത് ഖദറിനെ സംബന്ധിച്ചാണ്, വിധിയിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ആ വിധിയിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകമായി തന്നെ റസൂലുള്ള വിശദീകരിക്കുന്നത് ഇമാം തിർമിദി തന്റെ ഹദീസ് സമാഹാരത്തിൽ രേഖപ്പെടുത്തുന്നു. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ ഒരാൾ മുഅ്മിനാവുന്നില്ല. ആ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഖൈരിഹി വശർരിഹി, അതിൻ്റെ ആ നന്മകളിലും തിന്മകളിലുമുള്ള വിശ്വാസം അള്ളാഹ് വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുക എന്ന ആ സമഗ്രമായ വിശ്വാസം അത് പൂർണ്ണമായി ഒരാൾ വിശ്വസിക്കണം. എത്രത്തോളം എന്നാൽ ഹത്താ യഅലമ അന്നമാ അസാബഹു മാ ലകുൻ ലിയുഖ്തിഅഹു, തനിക്ക് ബാധിച്ചിട്ടുള്ളതൊന്നും തന്നിൽ നിന്ന് തെറ്റിപ്പോകാനുള്ളതല്ല. ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹം, എന്നെ ബാധിക്കുന്ന പരീക്ഷണം, അത് എനിക്ക് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതല്ല, എന്തോ കാരണത്താൽ അബദ്ധത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് പിണയുന്നതല്ല. മറിച്ച് അല്ലാഹു നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത്. അതേപോലെ അവൻ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം വഅന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു, ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സൗഭാഗ്യം, ഒരാളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയ ഒരു പരീക്ഷണം, അതൊന്നും വെറുതെ അയാളിൽ നിന്ന് നീങ്ങിപ്പോയതല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ആ ഖദറിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിം പൂർണ്ണമായി സമഗ്രമായി വിശ്വസിക്കണം. ലാ യുഅ്മിൻ, അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അവയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങളെ വളരെ സ്പഷ്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിപാദിക്കുകയാണ്. സൂറത്തു തൗബയിലെ 51-ാം സൂക്തത്തിൽ കാണാം, ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ബാധിച്ചതൊന്നും അള്ളാഹു രേഖപ്പെടുത്താതെ പോയിട്ടില്ല. അവൻ വിധിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുഖദുഃഖങ്ങൾ, നന്മ തിന്മകൾ, അനുഗ്രഹ പരീക്ഷണങ്ങൾ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഞാനിത് സൂചിപ്പിച്ചത് മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് ബാധകമായ വിശ്വാസകാര്യങ്ങൾ, നമ്മിൽ അർപ്പിതമായ അനുഷ്ഠാന മുറകൾ, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ പരാമർശങ്ങളുടെ ആ കണിശമായ സ്വഭാവത്തെക്കുറിച്ചാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും മാത്രമല്ല എന്ന് നമുക്കറിയാം. മറ്റു അനേകം കാര്യങ്ങൾ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ ചെയ്യുന്ന പ്രവർത്തനം ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ലെങ്കിലും ഈമാൻ കാര്യത്തിൽ പെട്ടതല്ലെങ്കിലും ഇസ്ലാമിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന നിലയ്ക്ക് നമ്മൾ പ്രാധാന്യപൂർവ്വം ഗൗനിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പ്രാധാന്യപൂർവ്വം ഗൗനിക്കുന്ന ആ വിഷയങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശങ്ങളിൽ നമുക്ക് കാണുന്ന ചില പ്രയോഗമുണ്ട്. ലാ യുഅ്മിൻ, ഒരാൾ വിശ്വാസിയാവില്ല. ലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ലൈസൽ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയല്ല. ലൈസൽ മുസ്ലിം, അവൻ മുസ്ലിമല്ല എന്ന പ്രയോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാം കാര്യത്തിലോ ഈമാൻ കാര്യത്തിലോ പെട്ടതല്ല. ഇപ്പൊ സാധാരണ അമുസ്ലിമീങ്ങൾക്ക് പോലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരു നബി വചനമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ലൈസ മിന്ന,
മിന്ന എന്നതാണ് ആ ഹദീസിൽ വന്ന പ്രയോഗം. അപ്പൊ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ആ ഒരു നിലപാട് ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ല എന്ന് നമുക്കറിയാം. ഈമാൻ കാര്യത്തിൽ പെട്ടതല്ല. ആ 6 ഈമാൻ കാര്യങ്ങളിൽ 5 ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ പ്രയോഗിച്ചു? അത് ആ വിഷയത്തിന്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ വന്ന ഹദീസുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒരു ഹദീസിൽ ഇസ്ലാം കാര്യമോ ഈമാൻ കാര്യമോ അല്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് ലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല, ലൈസൽ മുസ്ലിം, ലൈസൽ മുഅ്മിൻ, അവർ മുസ്ലിം അല്ല, മുഅ്മിൻ അല്ല എന്നൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലാ യകൂനു ശഖ്സു കാമിലൽ ഈമാൻ, അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണ് എന്നല്ല അർത്ഥം. മറിച്ച് അവരൊരു പെർഫെക്റ്റ് മുസ്ലിം അല്ല, ഒരു സമ്പൂർണ്ണ മുസ്ലിം അല്ല. മുസ്ലിം എന്ന നിലയ്ക്ക് അവന്റെ ജീവിതത്തിൽ പരിപൂർണതയോടെ നിലനിർത്തേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുന്നു എന്നാണ്. ഇബ്ൻ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, വലൈസൽ മുറാദു ബിഹി ഇഖ്റാജഹു അനിദ്ദീൻ, ഇസ്ലാം കാര്യമോ ഈമാൻ കാര്യമോ അല്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ ഇത്തരം പരാമർശം വന്നാൽ ആ വിഷയം ആരുടെയെങ്കിലും ഭാഗത്ത് സംഭവിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവൻ മുസ്ലിമല്ല, മുഖ്രിജുൻ മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോയവനാണ് എന്ന് നിങ്ങൾ അവനെ കുറിച്ച് വിചാരിക്കേണ്ടതില്ല. വലാകിൻ ഫായിദതു ഇറാദിഹി ബിഹാദൽ ലഫ്ളിൽ മുബാലഗ ഫി റദ്ഇ അനിൽ വുഖൂ, അത്തരം തിന്മകൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ അങ്ങേ അറ്റത്തെ ശൈലിയിൽ വിരോധിച്ചതാണ് അത്തരം പ്രയോഗങ്ങളുടെ ഉദ്ദേശമെന്ന് ആ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ കൂടെ ഒരു ഭാഗം കൂടി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല പോലെയുള്ള ഒരു ഹദീസ്, അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ല, ഈമാൻ കാര്യത്തിൽ പെട്ടതല്ല എങ്കിലും വിഷയം ഗൗരവമാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം ഒരാൾ അത് നിഷേധിക്കാണ്. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അത് റസൂലുള്ളാഹി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോയതാവും, അതൊന്നും എൻ്റെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ളതല്ല എന്ന നിലക്ക് ഒരു സ്വഹീഹായ ഹദീസിൽ വന്ന പ്രവാചകനില്ലെന്ന് വന്ന വ്യക്തമായ ഒരു നിർദ്ദേശത്തെ ഒരാൾ നിസാരവൽക്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഹദീസിൽ വന്ന ഒരു കാര്യം അത് റസൂലുള്ളാഹി പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനോട് നിസാരമായ സമീപനം സ്വീകരിക്കുന്നുവെങ്കിൽ, അത് നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ, അവജ്ഞയോടെ തള്ളുന്ന നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അവൻക്ക് ഈ ഹദീസിന്റെ ലോഹിറായ ആശയം ബാധകമാണ്, പ്രകടമായ ആശയം ബാധകമാണ്. ഫയകൂനു മഅനാഹ അന്നഹു യഖ്റുജു മിനൽ ഇസ്ലാം, റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന് മതിയായ പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ വിഷയങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഞാൻ ഈ ഒരു തലം വിശദീകരിക്കാനുള്ള കാര്യം, പല ആളുകൾക്കുമുള്ള ഒരു ധാരണ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ അതിപ്പോ ഈമാൻ കാര്യത്തിലൊന്നും പെട്ടതല്ലല്ലോ, ഇസ്ലാം കാര്യത്തിൽ പെട്ടതൊന്നുമില്ലല്ലോ, അതല്ലെങ്കിൽ അതൊന്നും ഫർളൊന്നല്ലല്ലോ, വാജിബൊന്നല്ലല്ലോ, അല്ലെങ്കിൽ അത് ഹറാമൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് നേർക്ക് നേരെ സ്പഷ്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ പഠിപ്പിച്ച കാര്യങ്ങളെ നിസാരമായ സമീപനത്തോടു കൂടി നോക്കിക്കാണുന്ന ശൈലികൾ അത് ഒരു വിഷയത്തിലും പാടില്ല എന്നാണ് ഇത്തരം ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെയും നമ്മൾ ഗൗരവ സമീപനത്തിൽ കാണണം. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് കൊടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യാൻ ഇപ്പം സാഹചര്യമല്ലേ, കഴിയുകയാണെങ്കിൽ ഹജ്ജും ചെയ്യും, എൻ്റെ ബാധ്യത തീർന്നു എന്ന ഒരു നിലപാട് നമുക്ക് പാടില്ല. നമ്മുടെ ബാധ്യതകൾ ഇസ്ലാം കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിലും സ്ഥാപിതമാണ്, അത് തന്നെയാണ് അടിത്തറ, അത് നിലനിൽക്കണം. പക്ഷെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സപ്പോർട്ടായ വ്യത്യസ്തമായ കാര്യങ്ങൾ, മൂല്യങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. ഈ വിഷയത്തിൽ വന്ന 1-2 ഹദീസുകൾ സൂചിപ്പിക്കാം. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, അവൻ വിശ്വാസിയല്ല.
വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 തവണ അവിടുന്ന് വാചകങ്ങൾ ആവർത്തിച്ചു. സ്വഹാബത്ത് ചോദിക്കുന്നു, ആരാണ് ആ കൂട്ടർ? റസൂലുള്ള പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ഏതൊരുത്തന്റെ ഉപദ്രവത്തിൽ നിന്ന് അവന്റെ അയൽവാസികൾ നിർഭയരല്ലയോ അവൻ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഞാൻ എൻ്റെ അയൽവാസിയായിട്ട് ജീവിക്കാണ്. എൻ്റെ അയൽവാസിക്ക് എൻ്റെ കാര്യത്തിൽ എപ്പോഴും ബേജാറാണ്. ഒന്നിൽ ഞാൻ അവൻക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യോ, അവൻ്റെ സ്ഥലം ഞാൻ കയ്യേറോ, അല്ലെങ്കിൽ അവൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും വേസ്റ്റുകൾ ആ സ്ഥലത്ത് പോയി ഡംപ് ചെയ്യുമോ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ജാമർ വെക്കുകയോ ഹാക്ക് ചെയ്യുമോ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ദ്രോഹം വരുത്തുമോ, എന്നെക്കുറിച്ച് അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുമോ, ഇങ്ങനെ ഇന്നെ പേടിച്ചിൻ്റെ അയൽവാസി കഴിയുക. അങ്ങനെ എൻ്റെ അയൽവാസിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ബേജാറുണ്ടെങ്കിൽ വല്ലാഹി ലാ യുഅ്മിൻ, അവർ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിക്കുന്നു. അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട ഒരു നിലപാടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ് നോക്കുക. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിശി വലൽ ബദീഇ. ഒരു സത്യവിശ്വാസി കുത്തുവാക്ക് പറയില്ല, നിരന്തരമായി ശാപപ്രാർത്ഥനകൾ നടത്തില്ല, നീചമായ സംസാരങ്ങൾ പറയുകയില്ല, നാണമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയില്ല. 4 കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. കുത്തുവാക്ക്, ഗീബത്ത്, നമീമത്ത്, പരിഹാസങ്ങൾ, ബോഡി ഷെയ്മിങ്, അതൊരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവില്ല എന്നാണ്. അതേപോലെ അവൻ ലആനല്ല, ശപിക്കുന്നവനല്ല. നീ നശിക്കട്ടെ, നീ തുലയട്ടെ, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അള്ളാഹ് നിന്നെ തകർക്കട്ടെ എന്നിങ്ങനെ ശാപവാക്കുകൾ എഴുതിവിടുക എന്നത് മുസ്ലിമിനെ യോജിച്ചതല്ല. അതേപോലെ മ്ലേച്ഛമായ അശ്ലീലമായ പ്രവർത്തികൾ, അവിഹിതങ്ങൾ, അനാശാസ്യങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നെറികെട്ട സംസാരങ്ങൾ, അശ്ലീല ചുവയുള്ള വാക്കുകൾ, അശ്ലീല ചുവയുള്ള ചിഹ്നങ്ങൾ, ഇതൊന്നും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവാൻ പാടില്ല. വലൽ ബദീഅ, നാണമില്ലാത്ത പ്രവർത്തനം, ഉളുപ്പില്ലാത്ത പ്രവർത്തനം എന്ന് പറയുന്ന ആ ലജ്ജയില്ലാത്ത അവസ്ഥ, ലാ ഹയാഉൻ ലഹു എന്ന് പറയുന്ന അവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഉപയോഗിക്കുന്ന ഭാഷകൾ, റീലുകളിലേക്ക് പലരും കാണിച്ചു കൂട്ടുന്ന നെറികെട്ട രീതികൾ, അതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം ഹദീസുകളുമായി ചേർത്ത് വെക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ലൈസൽ മുഅ്മിൻ, അവർ വിശ്വാസികൾ അല്ല എന്നാണ്. അപ്പൊ ഈ നിലക്ക് ഓരോ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലുള്ള ഓരോ വിഷയത്തെയും അതിൻ്റെ കാര്യമാത്ര പ്രസക്തിയോടുകൂടി അവയെ ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ നിന്ന്, സ്വഹീഹായ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയങ്ങളെ തികഞ്ഞ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴും ഇസ്ലാമിക വിഷയങ്ങൾക്ക് ഒരു മുൻഗണനാ ക്രമമുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഉയർന്ന ഔന്നിത്യത്തിൽ നിലനിൽക്കുക. അതിൻ്റെ തൊട്ടു താഴെയാണ് ഇസ്ലാമിൽ വരുന്ന മറ്റു നിർദ്ദേശങ്ങൾ, മറ്റു നിയമങ്ങൾ എന്ന് ആ നിലക്ക് അതിൻ്റെ മുൻഗണനകളും കൃത്യമായി ഉൾക്കൊണ്ട്, എന്നാൽ ഇതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമാണ് എന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഹദീസുകളിൽ വന്നത് പ്രാധാന്യപൂർവ്വം ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തെ ആ നിയമങ്ങൾക്ക് വിധേയമായി ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്ന ആ വലിയ ഉത്തരവാദിത്തം വീഴ്ചയില്ലാതെ നിർവഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 29 ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ ഫലസ്തീനിയൻ പീപ്പിൾ. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ദിനം പ്രത്യേകമായ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നുണ്ട്.
പലപ്പോഴും ഈ ഒരു വിഷയം മുസ്ലിമീങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ വികാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഫലസ്തീനും ആ മണ്ണിലെ പാവപ്പെട്ട ജനതയും. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ പലതരത്തിലുള്ള നീതി നിഷേധങ്ങൾക്കും അവകാശ ധ്വംസനങ്ങൾക്കും വിധേയരാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് രാജ്യത്തിനകത്തും പുറത്തും പരിസരങ്ങളിലുമൊക്കെയുണ്ട്. എന്നാൽ ആ പ്രദേശങ്ങളിലുള്ളതിനേക്കാൾ ഫലസ്തീൻ എന്ന പ്രശ്നത്തെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളുന്നതിന് ചരിത്രപരമായ മതപരമായ പല കാരണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ ആദ്യ വാചകം സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ മസ്ജിദുൽ അഖ്സയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുഭാഗത്തെക്കുറിച്ചും ബാറക്നാ ഹൗലഹു, ആ പ്രദേശം, ആ പ്രവിശ്യ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങളിൽ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രാധാന്യമുള്ളത് മസ്ജിദുൽ അഖ്സയാണ് എന്നാണ്. ഈ മസ്ജിദുൽ അഖ്സയും അതിൻ്റെ ചുറ്റുഭാഗവും ഉൾക്കൊള്ളുന്ന ആ പ്രദേശങ്ങളെല്ലാം ഫലസ്തീനിലാണ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണും ആ മണ്ണിൻ്റെ വിമോചനവും ആ മണ്ണിൻ്റെ സമാധാനവും വലിയ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ്. ലോകത്ത് കഴിഞ്ഞ 70 വർഷത്തിലധികമായി അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ഭീകരതയുടെ താണ്ഡവങ്ങൾ നാം ഓരോരുത്തരും അറിയുന്നതാണ്. ലോകരാജ്യങ്ങൾ അറിയാത്തതൊന്നുമല്ല. ആ മണ്ണിൽ മുസ്ലിമീങ്ങൾ, ആ മണ്ണിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ഫലസ്തീനിലുള്ള സാധാരണക്കാർ അതിരില്ലാത്ത ക്രൂരതകൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആ മണ്ണിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴുള്ള പരിമിതിയിൽ നിലനിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് നമ്മൾ ചിന്തിക്കാം. ലോകരാജ്യങ്ങൾ പലതും ചെയ്യുന്നു. ചില ആളുകൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നു, പലരും അവർക്ക് വേണ്ടി പ്രമേയങ്ങൾ പാസാക്കുന്നു, പല ആളുകളും ആ രാജ്യത്തേക്കുള്ള സഹായ ഹസ്തങ്ങൾ നീട്ടി അവർക്ക് മില്യൺ കണക്കിന് അവശ്യ വസ്തുക്കൾ നിരന്തരമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നേർക്കുനേരെ ഇടപെടാൻ കഴിയാത്ത നമ്മെപ്പോലെയുള്ള പ്രദേശത്തുള്ള ആളുകളും എല്ലാത്തവർക്കും നിർബന്ധമായി നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഓരോ പ്രാർത്ഥനാ വേളകളിലും പാവപ്പെട്ട പീഡിതരായി കഴിയുന്ന, അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് വേണ്ടി രാജാതിരാജനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുക. ഈ വിഷയത്തെ വികാരങ്ങൾക്കപ്പുറത്ത്, വൈകാരികതകൾക്കപ്പുറത്ത്, സോഷ്യൽ മീഡിയകളിൽ കാണിക്കുന്ന സ്റ്റണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വേളകളിൽ നമ്മൾ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ആ പ്രാർത്ഥനാ വേളകളിൽ ആ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ദുആഉൻ ലി അഖി ഫീ ളഹരിൽ ഗൈബ് മുസ്തജാബ. പ്രവാചകന്റെ വാചകത്തിന്റെ ഘടന അങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവൻ കേൾക്കില്ല, അറിയില്ല എന്നറിഞ്ഞ് തന്നെ അവന് വേണ്ടി നടത്തുന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നാണ്. അപ്പൊ ആ നിലക്കുള്ള ആ പ്രാർത്ഥനകൾ ഉയർത്തേണ്ട ഒരു സന്ദർഭം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ലോകരാജ്യം ശബ്ദിക്കുന്നുവോ നിശബ്ദത കാണിക്കുന്നുവോ എന്നതിനപ്പുറം നമ്മൾ ഓരോരുത്തർ അവനവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തേത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ എന്ന പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് എപ്പോഴോ അവിടെ ഉടലെടുത്ത ഒരു അതിർത്തി തർക്കമോ നുഴഞ്ഞുകയറ്റമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഉടലെടുത്ത ഏതെങ്കിലും പ്രാദേശികമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്വാഭാവിക യുദ്ധമല്ല എന്നതും നമ്മൾ ഓർക്കണം. ചരിത്രപരമായി നോക്കുമ്പോൾ 1917 ബാൽഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഇസ്രായേൽ എന്ന ഭൂപടത്തിലില്ലാത്ത ഒരു രാജ്യം, ലോക ഭൂപടത്തിലില്ലാത്ത ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യം അത് വെർച്വലായി ആശയമായി പിന്നീട് അത് അങ്ങനെ ഒരു രൂപം പ്രാപിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് ഈ ഇസ്രായേലികൾ എന്ന് പറയാവുന്ന ജൂതന്മാർ നൽകിയിരുന്ന സഹായങ്ങൾക്കുള്ള
നന്ദി സൂചകമായി അവർക്കൊരു സ്റ്റേറ്റ് എന്ന ആശയം കടന്നു വരികയും 948 ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കുന്നത് മണ്ണില്ലാത്തവർ മണ്ണുള്ള ഒരു പ്രദേശത്ത് വരുന്നു, രാജ്യമില്ലാത്തവർ ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നു. ലോക ശക്തികളുടെ സഹായത്തോടെ അവിടെ സായുധമായി ഇരച്ചു കയറുന്നു. ആ മണ്ണിലെ പ്രാദേശിക തദ്ദേശീയരായ ആളുകളെ അടിച്ചൊതുക്കുന്നു. ആ നിലക്കാണ് ഒരു സ്ഥലം കയ്യേറി അധിനിവേശം നടത്തി കടന്നു വരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യമുണ്ടാകുന്നത്. ആധുനിക ലോക ക്രമത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത അധിനിവേശമാണ് എങ്കിലും ആ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ UN പോലും നിസ്സഹായരാണ് എന്നത് ഒരു വലിയ വസ്തുതയാണ്. ഏതെങ്കിലും ഒരു രാജ്യം ലോകത്ത് എന്നെങ്കിലും ഫലസ്തീനിന്റെ ജനതയ്ക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മതേതര രാജ്യം എന്ന നിലയ്ക്ക് ആദ്യമായി നമ്മൾ കാണുന്ന പേര് ഇന്ത്യയുടെ പേരാണ്. 974 ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന വാദം ആദ്യമായി ഒരു ലോകരാജ്യം, ഒരു മതേതര രാജ്യം ഉയർത്തി പ്രഖ്യാപിക്കുന്നത് അത് ഇന്ത്യയാണ്. അങ്ങനെയുള്ള ചരിത്രത്തിന്റെ പരിണാമങ്ങൾ നാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട് ആ മണ്ണിലെ പരിഹാരം? കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹത്തിനുള്ള പ്രതീക്ഷകളെക്കുറിച്ച്, ഇമാം മഹദിയെക്കുറിച്ച്, ഈസ നബിയെക്കുറിച്ച്, ദജ്ജാലിനെക്കുറിച്ച്, ലോകത്ത് സമാധാനം പുലരുന്ന ഒരു പ്രഭാതത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിലെ ആശയങ്ങൾ വിശദമായി 3-4 ഖുത്ബകളിൽ നമ്മൾ വിശദീകരിച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ആവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രതീക്ഷ, മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത, ആ സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ആ വ്യക്തിപരമായ ഇൻഡിവിജ്വലായി നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തത്തെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയങ്ങൾ പ്രതിപാദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട ജനതകൾക്ക് അവരോട് നീ കരുണ കാണിക്കുകയും അവർക്ക് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ശിർക്ക്, ബിദ്അത്ത്, കുഫ്ർ, ഹറാമിന്റെ ദുഷിച്ച ദുർമാർഗങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ഷിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിൽ, ജോലികളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.